മരിച്ചാൽ പോലും എൻ്റെ ജനാസ അയാളെ കാണിക്കരുതെന്ന് പോലും വസിയത്ത് എഴുതാൻ മാത്രം ധിക്കാരം കടുത്തു പോകുന്ന, ഹൃദയം കടുത്തു പോകുന്ന ആളുകളുണ്ട്. നമുക്കൊക്കെ ചുറ്റുഭാഗത്തും പലരും അങ്ങനെയുണ്ട്. എന്തേ? അടങ്ങാത്ത പകയാണ് മനസ്സ് മുഴുവനും, അടങ്ങാത്ത വിദ്വേഷമാണ് മനസ്സ് മുഴുവനും. അയാൾ എങ്ങനെ എന്ത് പ്രവർത്തിച്ചിട്ടെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും ചില മഹത്വങ്ങളുണ്ട്. അന്ന് നോമ്പെടുക്കൽ സുന്നത്തുള്ള ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ രണ്ട് പ്രത്യേകത നബിതങ്ങൾ പറയാണ്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നതാണ്. എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും അല്ലാഹു മുഅ്മിനീങ്ങൾക്കൊക്കെ, ശിർക്ക് ചെയ്യാത്തവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. എന്നിട്ട് ഒരു കൂട്ടരെ അതിൽ നിന്ന് ഒഴിവാക്കി. ചില ആളുകൾ, രണ്ടാളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. അവരുടെ കാര്യം അവിടെ അങ്ങ് പെൻഡിങ്ങിൽ വെക്കുകയാണ്. മലായികത്തുകളോട് പറയും, അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ എന്നിങ്ങനെ റബ്ബിന്റെ ഓർഡറാണ്. ഏതുവരെ? അവനും അവന്റെ സഹോദരന്റെയും ഇടയ്ക്ക് ബൈനഹു വ ബൈന അഖീഹി ശഹ്നാ, അവന്റെയും അവന്റെ സഹോദരന്റെയും ഇടയ്ക്ക് അവന്റെ മനസ്സിൽ വിദ്വേഷം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി കാണാൻ തോന്നിയിട്ടില്ല, വർഷങ്ങളായി ഒന്ന് സലാം പറഞ്ഞിട്ടില്ല, വർഷങ്ങളായി ഒന്ന് പോയി സന്ദർശിച്ചിട്ടില്ല. എനിക്കെന്താ അവനേക്കാണ് കുഴപ്പം, എനിക്കെന്താ അവളേക്കാണ് കുഴപ്പം എന്ന് പറഞ്ഞ് വാശിപ്പുറത്തങ്ങനെ അനാവശ്യമായ കാര്യത്തിന് വേണ്ടി മിണ്ടാതെ സംസാരിക്കാതെ തെറ്റി നടക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, റബ്ബ് പറയും അവരോട് പൊറുക്കൂല, അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഏതുവരെ? ഹത്താ യസ്തലിഹാ, അവർ രണ്ടാളും ഒന്ന് നന്നാകുന്നത് വരെ. അമലാണ്ട് ഉയരൂല. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളും ഒന്ന് പടച്ചോന്റെ അടുത്ത് കബൂലിയത്ത്, സ്വീകാര്യത കിട്ടൂല. എന്താ കാരണം? പക, മനസ്സിൽ വിദ്വേഷവും പകയാണ്. എന്നിട്ട് ഇവന് ഉറക്കൂല, ഇവനാകെ ടെൻഷനാണ്. എന്താന്ന് ചോദിച്ചാട്ട് പറയില്ല, പറയാൻ കൊള്ളൂല. വേറൊരുത്തനോട് എന്തിനാ പക? അതുകൊണ്ട് ഒഴിവാക്കിക്കൂടെ? ഞാൻ ഇപ്പം എന്നാണ് മരിച്ച എന്തായിരിക്കും അവസ്ഥ? അങ്ങനെയല്ലേ ഇപ്പം കാര്യങ്ങളൊക്കെ നടക്കുന്നത്? ഇപ്പം കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെയല്ല. നമ്മുടെ ചുറ്റുഭാഗത്തും എത്രയെത്ര മരണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്, കാണുന്നത്. ആരെങ്കിലും വിചാരിച്ചതാണോ, നിരൂപിച്ചതാണോ? ഒന്നുമല്ല. ഇപ്പം ഇന്നലെ നമ്മുടെ ഒരു പ്രവർത്തകന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ ഭാര്യ നാട്ടിൽ റോഡ് സൈഡിൽ നിൽക്കുകയാണ്. റോഡ് സൈഡിൽ നിൽക്കുകയാണ്. 26 വയസ്സുള്ള ചെറുപ്പക്കാരിയായൊരു ഭാര്യ റോഡ് സൈഡിൽ നിൽക്കുകയാണ്. നിർത്തിയിട്ട വാഹനത്തിൽ കുടുംബത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കരിങ്കല്ല് കയറ്റി വന്ന ഒരു ലോറി ഇടിച്ച് തെറിപ്പിച്ച് അവിടെ വെച്ച് ആ സഹോദരി മരണപ്പെട്ടു. അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു ഉദാഹരണം ഇപ്പം ഇന്നലെ നടന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഇതൊക്കെ എത്ര കാലാണ്? ഇതൊക്കെ എപ്പോഴാണ്? ഏത് സമയത്താണ്? എപ്പോഴാണ് ഇതൊക്കെ അവസാനിക്കുന്നത്? ഏത് സമയത്താണ് നമ്മുടെ ജീവിതം അവസാനിച്ചു പോകുന്നത്? ആർക്കാണ് ഒരു പിടിയുള്ളത്? ആർക്കുമില്ലല്ലോ. പിന്നെന്താ അത് ക്ലിയർ ആക്കാൻ തടസ്സം?